ഈ വ്യാഴാഴ്ച വരുന്ന മുഴുവൻ അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ PvP മാച്ചുകളിലെ 50 കോയിൻ ഇവന്റ് പോകുന്നതാണ്. പിന്നെ AI മാച്ചുകളിലെ പ്ലെയർ ഓഫ് ദ വീക്ക് ഫ്രീ സ്പിൻ പോകുന്നതാണ്. അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ പോയി എടുത്തോ. നമ്മുടെ റഫീനയുടെയും എൻട്രിക്കിന്റെയും ഒക്കെ കാർഡുകളുണ്ട്. പിന്നെ ആഫ്രിക്കൻ കപ്പിന്റെ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഫ്രീ എപ്പിക് പ്ലെയറേയും നമുക്ക് കിട്ടിയിരുന്നു. അത് ഈ വ്യാഴാഴ്ചയോടെ കഴിയുന്നതാണ്. അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ പോയി എടുത്തോ. പിന്നെ നമ്മുടെ വ്യാഴാഴ്ച വന്ന ബെസ്റ്റിന്റെയും ഷീമിക്കലിന്റെയും ഒക്കെ പാക്ക് പോകുന്നതാണ്. കൊനാമി 500 കോയിൻ കൊണ്ട് 10 പേരെ കിട്ടുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ പോയി കറക്കിക്കോ. അടുത്ത പാക്കിൽ ഈ ഓഫർ ഉണ്ടാകണമെന്നില്ല. പിന്നെ ട്രഷർ ലിങ്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയതെന്ന് കമന്റ് ചെയ്യുക. പിന്നെ 950 മില്യൺ ക്യാമ്പയിൻ എന്നൊരു ഇവന്റ് വന്നിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 1000 കോയിനൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് ലഭിച്ച ഗോൾഡ് ടിക്കറ്റ് ഈ ആഴ്ചയിൽ കിട്ടില്ല. അത് അടുത്ത ആഴ്ചയേ ഉണ്ടാവൂ. പക്ഷേ അതിന്റെ അടുത്ത ഭാഗം തുറക്കുന്നതാണ്. പിന്നെ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ 10 കോയിൻ വീതം കിട്ടാറുണ്ട്. 15 ദിവസം ലോഗിൻ ചെയ്താൽ 150 കോയിൻ കിട്ടും. അപ്പോൾ എല്ലാവരും എന്നും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ആഴ്ചയിലും വരുന്നത് പോലെയുള്ള ഒരു 50 കോയിൻ ഇവന്റും പ്ലെയർ ഓഫ് ദ വീക്ക് ഫ്രീ സ്പിന്നും വരും. കൊനാമി പുറത്തുവിട്ട റൂമർ പ്രകാരം ഇവരൊക്കെയാണ് പ്ലെയേഴ്സ്. പിന്നെ ഈ ആഴ്ചയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയേഴ്സും ഉണ്ടാകും. പിന്നെ എപ്പിക് പാക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈം പാക്ക് വരും. ഇപ്പോൾ ഡാറ്റാബേസിലുള്ള പ്ലെയേഴ്സ് ഇവരൊക്കെയാണ്. ഇതിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പ്ലെയേഴ്സും ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ കപ്പ് സെനഗൽ എടുത്തതുകൊണ്ട് സാദിയോ മാനയുടെ ഒരു കാർഡ് തരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ചാൻസ് മാത്രമാണ്, ഉറപ്പില്ല. പിന്നെ പുതിയൊരു ഇവന്റ് വരാൻ ചാൻസ് ഇല്ല. ഇനി വന്നാൽ തന്നെ ഒരു ചെറിയ ഇവന്റ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഓക്കെ, ബൈ.